കാരണം BJP ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നാണ് BJP-ക്കാർ പറയാറ്. അത് നുണയാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഹിന്ദു ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള അപകടം പിടിച്ച ഒരു പണി തന്നെയാണ്. അങ്ങനെ തന്നെ പറയാം. ശ്രമകരമായിട്ടുള്ള ഒരു പണിയേക്കാൾ അപകടം പിടിച്ച ഒരു പണിയാണ്. കാരണം ചുളുവിൽ വർഗീയവാദിയാവാം, ചുളുവിൽ അപരിഷ്കൃതനാവാം. സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഹിന്ദു തീവ്രവാദി, കടുത്ത ദേശീയവാദി, പശുപുത്രൻ, ഇങ്ങനെ പല നിലയിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങൾക്കും ഇരപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംജ്ഞയാണ് സംഘി എന്നുള്ളത്. ഒരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2011-12 കാലം മുതൽ ഞാൻ സംഘി എന്ന് പറയുന്ന ഒരു വിളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ആ കാലം വരെയും എന്റെ വോട്ട് കൊടുത്തിരിക്കുന്നത് ഇടതുപക്ഷ സംഘടനകൾക്കാണ്. CPM-നും CPI-ക്കും മാറി മാറി വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഈ പോങ്ങൻ സംഘി എന്ന് പറയുന്ന വിളിക്ക് ഇരപ്പെടുന്നത് കമ്മിപാളയത്തിൽ നിന്നാണ്. കമ്മിയായിരിക്കുന്ന ഞാൻ സംഖ്യയായതിന്റെ പിന്നിൽ ഞാനൊരു ഹിന്ദുവാണ് എന്നുള്ളത് മാത്രമാണ് കാരണം. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ നമ്മുടെ ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വീഡിയോയുടെ ചുവട്ടിൽ ധാരാളം അഭിപ്രായങ്ങൾ തെറി കുറഞ്ഞു. കാരണം തെറി പറയരുതേ എന്ന് പറയുന്നൊരു അഭ്യർത്ഥന നൽകുകയും മാത്രമല്ല, പോകൻ പറയുന്നത് മുഴുവൻ കേൾക്കുന്നവർക്ക് മാത്രമാണ് തെറി പറയണമെങ്കിൽ തന്നെ അത് പറയാനുള്ള ഒരു അർഹതയുണ്ടാവൂ, അങ്ങനെയുള്ളവർക്ക് യോഗ്യതയുണ്ടാവൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്രത്തോളം ക്ഷമയോടുകൂടി കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, അതുകൊണ്ടായിരിക്കാം അവനവനോട് കള്ളം ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവരാരും തെറി പറഞ്ഞില്ല. പക്ഷേ ആരിഫ് ആരാധകരായിട്ട് ഹിന്ദു നാമധാരികൾ ധാരാളമായിട്ട് അവിടെ വന്നു. സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ആരിഫ് വിരോധമല്ല പങ്കുവച്ചത്, പകരം ചില കാര്യങ്ങളായിരുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഹിന്ദു ആയിട്ടിരിക്കുന്നത് പ്രയാസമാണ് എന്ന് പറയാൻ കാരണം, യഥാർത്ഥത്തിൽ ഹിന്ദുവിന് ദോഷമായി മാറുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഇന്നാട്ടിലെ ഇതര മതസ്ഥരല്ല, കമ്മ്യൂണിസ്റ്റുകളല്ല, മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഒരു ഹിന്ദുവിന് ഉപദ്രവമുണ്ടാക്കാൻ ഹിന്ദുവിന് മാത്രമേ പറ്റൂ. ഇപ്പൊ കുറച്ചെങ്കിലും ഹിന്ദുക്കൾ പറയുന്നുണ്ടാവും, പോങ്ങൻ അങ്ങനെ ഉപദ്രവമുണ്ടാക്കുന്ന, ഹിന്ദുക്കൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരുവനാണ് പോങ്ങൻ എന്ന് ചിലർക്കെങ്കിലും, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും തോന്നാം. എനിക്കതിൽ വിരോധമില്ല അങ്ങനെ പറയുന്നതിൽ. കാരണം ഞാൻ ദേശവിരുദ്ധനാണ് എന്നും ഞാൻ ഹിന്ദു വിരോധിയാണ് എന്നും പറയുന്ന ഒരു ഹിന്ദു സംഘടന ഇവിടെ ഉണ്ടായി. പോങ്ങൻ സംഘി എന്ന് പറയുന്ന വിളി കേട്ടുകൊണ്ടിരുന്ന കാലത്ത് അത്ര ശക്തമായിട്ട് ആ ഹിന്ദു സംഘടന ഇവിടെ ഉണ്ടായിട്ടില്ല. അതിനെ പിൻപറ്റി ജീവിക്കുന്നവരും ഇവിടെ സംഘികൾക്ക് വേണ്ടിയോ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ സംസാരിച്ചിട്ടില്ല. ഈ ദേശത്തിന് വേണ്ടിയും സംസാരിച്ചിരുന്നില്ല. ഈ അടുത്ത കാലത്ത് ഇതിനകത്ത് ഒരു കച്ചവട സാധ്യത വളരെ അധികമുണ്ട് എന്നും മനസ്സിലാക്കിയതിനു ശേഷം ഹിന്ദുക്കളെ കൂടി സെമിറ്റിക് മതത്തിന്റെ സ്വഭാവത്തിൽ മതവ്യാപാരികൾ എങ്ങനാണോ അവരുടെ കുഞ്ഞാടുകളെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസികളെ ഉപയോഗിക്കുന്നത്, നാണ്യമൃഗങ്ങളാക്കുന്നത്, അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പറ്റം ഹിന്ദുക്കൾ ഇറങ്ങിത്തിരിച്ചു. അവർക്ക് യഥാർത്ഥത്തിൽ ശരിയായ ഭക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് ആത്മീയതയിൽ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ഒരു ഹിന്ദു ഭക്തനാണ്, ഹിന്ദു വിശ്വാസിയാണെന്ന പ്രതീതി പരത്തിക്കൊണ്ട് ഹിന്ദുത്വത്തെയും ഒപ്പം ദേശീയതയെയും ഭാരതീയതയെയും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു അവിയൽ പരുവത്തിൽ ഒരു ആത്മീയ ഉൽപ്പന്നം, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉതകുന്ന നിലയിലുള്ള ഒരു ഉൽപ്പന്നമുണ്ടാക്കി ഹിന്ദുക്കൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ പറയുകയാണ്, ഹിന്ദുവിനോളം ഉപദ്രവിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. ഒരു സുഡാപ്പിക്കും സാധിക്കില്ല, ഒരു കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല, ഒരു മുസ്ലിം ലീഗുകാരനും സാധിക്കില്ല. കാരണം അവരൊക്കെ അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഹിന്ദു സംഘടനകൾക്ക് ഗുണമാകുന്ന നിലയിലുള്ള സംഭാവനകൾ അവരുടെ സംസാരത്തിലൂടെ അവർ നടത്തി തരുന്നുമുണ്ട്. കേരളത്തിൽ BJP-യെ വളർത്താനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം BJP നേതാക്കളെക്കാൾ നന്നായിട്ട് എടുക്കുന്നത് സുഡാപ്പികളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെയുള്ള സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ കൂടി ഹൈന്ദവ ഏകീകരണത്തിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന ബോധ്യം പകരാൻ തീർച്ചയായിട്ടും സുഡു ഭാഗത്ത് നിൽക്കുന്ന അവരുടെ മതവ്യാപാരികൾക്ക്, മതമേലധ്യക്ഷന്മാർക്ക്, അവരുടെ മതപഠനശാലകളിലെ അധ്യാപകർക്കൊക്കെ സാധിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ സത്യം. അവരുടെ നേതാക്കൾക്ക് അത് സാധിക്കുന്നില്ലേ? ഈ അടുത്ത നാളിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു നേതാവ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസിന് പോയിരുന്നു. ഇവരുടെ സത്യപ്രതിജ്ഞ അത്ര കണ്ട് നല്ലതല്ല, കാരണം ഇവർ ഹിന്ദു ദൈവങ്ങളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അപ്പൊ കോടതി അതിന് അദ്ദേഹത്തിന് അനുകൂലമാകുന്ന നിലയിൽ ഒരു വിധി പ്രസ്താവന നടത്തി. സ്വാഭാവികമായിട്ടും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല കൗൺസിലർമാർക്കും വീണ്ടും ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല. ഏത് ഈ കമ്മ്യൂണിസ്റ്റുകാരന് ഈ പരാതിയുമായി പോയ ആൾക്ക് പരാതിയില്ല, കാരണം അള്ള ദൈവമാണ്. എന്നാൽ ഹിന്ദു ദൈവങ്ങൾ
സ്വാഭാവികമായിട്ടും ഒരു ദൈവപ്പറ്റുള്ളവരായിട്ട് കമ്മികൾ കാണുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ഹിന്ദു വിരുദ്ധനായിട്ടാണോ യഥാർത്ഥത്തിൽ അത്തരം ഒരു പ്രസ്താവന നടത്തുന്നതല്ല. യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു ബുദ്ധി ഉണരാത്ത ഹിന്ദുക്കളിൽ ഹൈന്ദവപ്പറ്റ് ഉണർത്തുന്ന വർത്തമാനമല്ലേ അദ്ദേഹം പറയുന്നത്. അപ്പോ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനും ഒരു ഹിന്ദുവിനും വർഗീയവാദിയാവുകയോ അതല്ലെങ്കിൽ ഒരു സുഡാപ്പിയുടെയോ അതല്ലെങ്കിൽ ഒരു തീവ്ര മതപ്പറ്റുള്ള ഒരു ക്രൈസ്തവന്റെ സ്വഭാവത്തിലോ പെരുമാറേണ്ടത് ഒരു ആവശ്യവും ഹിന്ദുവിനില്ല. എന്നിട്ടും ഹിന്ദു വർഗീയവാദി എന്ന പേര് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരുതരം അപകർഷത ഇടാനും ഹിന്ദുപ്പറ്റ് കൃത്യമായി പുറത്തേക്ക് ആരും തന്നെ പ്രകടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാക്കാതിരിക്കാനും വളരെ വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ. എതിർകൂട്ടർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി. അപ്പോൾ ഇതിലൊക്കെ വീണുകൊടുക്കുന്ന ആളുകളെ പറഞ്ഞാൽ പോരെ. ഞാനൊരിക്കലും ഹിന്ദു വിരുദ്ധനായിട്ട് പെരുമാറിയിട്ടില്ല, ദേശവിരുദ്ധനായിട്ട് നീങ്ങിയിട്ടില്ല. പകരം ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടണം എന്ന് പറയുന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി എന്നാൽ കഴിയുന്ന വിധം ഈ സാങ്കേതിക സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഇരുന്ന് വാചകമടിക്കുന്ന ഒരു പ്രതികരണ തൊഴിലാളിയാണ് പോങ്ങൻ. ആ പോങ്ങനോട് കഴിഞ്ഞ ദിവസം ഈ ആരിഫുമായി ബന്ധപ്പെട്ട എന്തു വിഷയം നടന്നു കഴിഞ്ഞാലും എനിക്ക് ഒരു വലിയ സംഘം എന്നെ വിമർശിക്കാനായിട്ടുണ്ടാവും. ഞാൻ എന്തു പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം, അധികം നീട്ടുന്നൊന്നുമില്ല, കണ്ടശ പറഞ്ഞു പോവാം. CK വിനീത് എന്ന മറ്റു പേരായിട്ടുള്ള ഫുട്ബോളർ, അദ്ദേഹം കുംഭമേളയ്ക്ക് എതിരെ ഒരു പ്രസ്താവന നടത്തുന്നു. കുംഭമേളയ്ക്ക് അനുകൂലമാവാത്ത നിലയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ഈ CK വിനീതിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ജലമലിനീകരണത്തെക്കുറിച്ചാണ് അദ്ദേഹം വാചാലനായത്. സ്വാഭാവികമായിട്ട് ഒരുപാട് ഹിന്ദുക്കൾ അദ്ദേഹത്തിനെതിരെ നീങ്ങി. CK വിനീത് എന്ന് പറയുന്ന വ്യക്തി ഒരു ഹിന്ദു നാമധാരിയാണ്. അദ്ദേഹം ഹിന്ദു ആണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാസ്തികനാവാം. ദൈവവിരോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും വൈരുദ്ധ്യാത്മക ഭൗതികവാദിയായിട്ടുള്ള ഒരു വ്യക്തി കുംഭമേളയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അതിന്റെ പിന്നിൽ ജലമലിനീകരണത്തെക്കുറിച്ചുള്ള ഒരു വേവലാതിയേക്കാൾ കൂടുതൽ മനുഷ്യരുടെ ആരോഗ്യത്തിൽ സംഭവിക്കാൻ ഇടയുള്ള എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളെ പ്രതിയൊന്നുമല്ല അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. അല്ലാതെ മനുഷ്യപ്പറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരന് അത്ര ശക്തമായിട്ട് ഇന്നത്തെ കാലത്തുണ്ട് എന്ന് വിചാരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ CK വിനീത് എന്ന് പറയുന്ന ഹിന്ദു നാമധാരി കുംഭമേളയ്ക്കെതിരെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സംഘികൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ തീർച്ചയായിട്ടും വ്രണിതരാവുകയും ഈ CK വിനീത് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അതിശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ശരിയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ CK വിനീതിനെ എതിർക്കുന്ന വ്യക്തികൾ ആരിഫ് ഹുസൈന്റെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് അതിശക്തമായ പിന്തുണ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ഇസ്ലാമിനെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എടുത്തു പറയുകയും ഈ ഹിന്ദുനാമധാരികൾ പേപ്പട്ടി മതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയോ അല്ലെങ്കിൽ അദ്ദേഹം മറ്റാരെങ്കിലും പറയുന്നതിനെ എടുത്തു പറഞ്ഞതിനെയോ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്ന ഹിന്ദുനാമധാരികളെയും കണ്ടപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ബോധ്യം എന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആരിഫ് ഹുസൈന് പിന്തുണ കൊടുക്കണം, ആരിഫ് ഹുസൈന് സ്നേഹം പകരണം, ആരിഫ് ഹുസൈൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഹിന്ദുനാമധാരികൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കണം. രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി തരാൻ ആരിഫ് ഹുസൈന് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിനുള്ള കഴിവുണ്ട്. അതിന് വലിയ സംഭാവന നൽകാൻ ആരിഫ് ഹുസൈന് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകണം. അദ്ദേഹം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെ ഹിന്ദു സംരക്ഷണാർത്ഥം ചെയ്യുന്ന കാര്യമായിട്ട് മനസ്സിലാക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്യുക. പക്ഷെ കമന്റ് ബോക്സിൽ ചെന്ന് സാധാരണ ഹിന്ദുനാമധാരികളായിട്ടുള്ള ആളുകൾ കൂട്ടത്തോടുകൂടി ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഹിന്ദു എന്ന് പറയുന്ന ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്ന, മതം എന്ന് പറയാൻ കഴിയുമെന്നല്ല, ആ സംസ്കൃതിയെ പ്രതിനിധീകരിക്കുന്ന പേരുപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പോലും വർഗീയവാദി പട്ടം നൽകാൻ ഇവിടെയുള്ള ആളുകൾ തയ്യാറാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ ഹിന്ദു, അദ്ദേഹം ഫേസ്ബുക്കിൽ ഉണ്ടാവണമെന്നില്ല, ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവണമെന്നില്ല, നവമാധ്യമങ്ങളിലേ ഇടപെടുന്നില്ലായിരിക്കാം. അദ്ദേഹം തൊഴുതു പ്രാർത്ഥിച്ച് ചന്ദനക്കുറിയും തൊട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു മനുഷ്യനെ പോലും സംഘി എന്നും വർഗീയവാദി എന്നും വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ പരുവപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരിഫ് ഹുസൈന്റെ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ആരിഫ് ഹുസൈന്റെ നാണ്യമൃഗങ്ങളായി ഈ ഹിന്ദുക്കൾ മാറുകയും, ഒന്നാമത് ആരിഫ് ഇസ്ലാം മതത്തിനെതിരെ ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെ വിമർശിക്കുന്ന, പരിഹസിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അതിന്
ചുവട്ടിൽ പോയിട്ട് ഹിന്ദുക്കൾ പിന്തുണ കൂടി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി ചന്ദനക്കുറി തൊടുന്നവനും ചരട് കെട്ടുന്നവനും വരെ സംഘിയായി മാറുന്ന വർഗീയവാദിയായി മാറുന്ന കാലത്ത്, അങ്ങനെ ആരോപിക്കുന്ന കാലത്ത് അത്തരം ഒരു ബോധ്യം കമ്മികളും മറ്റും ഈ പറയുന്ന സാധാരണ മുസ്ലിം വിശ്വാസികളുടെ ഉള്ളിൽ പോലും നിക്ഷേപിച്ചിരിക്കുന്ന ഈ ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് കരുതലെടുക്കേണ്ടതുണ്ട്. ഹിന്ദു നാമധാരികൾ എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഞാൻ പങ്കുവെച്ചതിൽ എവിടെയാണ് ആരിഫ് വിരുദ്ധതയുള്ളത്? അതിലെവിടെയാണ് സംഘി വിരുദ്ധതയുള്ളത്? അതിലെവിടെയാണ് ദേശവിരുദ്ധതയുള്ളത്? ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്, വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നിങ്ങളുള്ളതുകൊണ്ടാടാ നീയൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഏത്യസമൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന പണ്ട് സഖാക്കന്മാർ പറഞ്ഞു. അത് സത്യമാണോ? ഒരു പരിധി വരെ സത്യമാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ആണോ? കാരണം BJP ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നാണ് BJP-ക്കാർ പറയാറ്. അത് നുണയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ BJP ഉള്ള UP-യിൽ ഇത് പറയാൻ കഴിയില്ല. BJP ഉള്ള മറ്റേ ഇതുപോലെ ഈ ഹിന്ദുത്വ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ എക്സ് മുസ്ലിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല. എക്സ് മുസ്ലിം ആംഗിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ പോലും കേരളത്തിൽ വന്നും മറ്റു സ്ഥലങ്ങളിൽ ഒളിച്ചിരുന്നൊക്കെയാണ് ചെയ്യുന്നത്. ഒരു 2-3 ആളുകൾ കേരളത്തിൽ ഒളിച്ചിരുന്നാണ് അവരുടെ ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വന്നതെല്ലാം തന്നെ BJP ഉള്ള സ്ഥലത്തു നിന്നാണ്. ഇനി BJP ഉള്ള സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ പലരും അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്ന അവസ്ഥയില്ല. നുപൂർ ശർമ്മ വിഷയം BJP-ക്കാർക്ക് പോലും രക്ഷയില്ല. പിന്നെയാണല്ലോ ബാക്കി. Better sweet word, better sweet lie. Better sweet life.